വയനാട് ദുരന്തത്തിൽ സംയുക്ത പ്രതിഷേധത്തിന് കോൺഗ്രസ് തയ്യാറായിരുന്നു എന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. എന്നാൽ ഏകപക്ഷീയമായ സമരങ്ങൾ പ്രഖ്യാപിക്കുന്ന രീതിയാണ് സംസ്ഥാന സർക്കാരിൻ്റേത്. അവരുടെ പുറകിൽ പോയി നിൽക്കേണ്ട ആവശ്യം കോൺഗ്രസിനില്ല എന്നും കെ.സി. വേണുഗോപാൽ. അങ്ങനെ ഒരു കാര്യം അവർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പല്ലായിരുന്നു നമ്മോട് ചോദിക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അവരത്ര ഒരു സമരം പ്രഖ്യാപിക്കുക, അത് രാഷ്ട്രീയമാക്കിയാൽ മാറ്റലുണ്ട്. ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ഞങ്ങൾ പരിപൂർണ്ണ പിന്തുണ കൊടുത്തിരുന്നതാണ്. എംപിമാരുടെ കോൺഫറൻസിൽ പരിപൂർണ്ണ പിന്തുണ കൊടുത്തതാണ്. നമ്മൾ പലപ്പോഴും ഈ കാര്യം വയനാട്ടിലെ സഹായമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഇത് സംബന്ധിച്ച് യോജിച്ച പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അവർ ഏകപക്ഷീയമായി സമരം എന്നോട് പിന്നെ അവരെ പിന്നാലെ പോയി നിൽക്കേണ്ട പാർട്ടിയാണോ ഞങ്ങൾ? മുന്നണിയാണോ ഞങ്ങൾ? അത് അവരല്ല കേരളം ഭരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം അവർ ഫൈനലായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തത് 13-ാം തീയതിയാണ്, നവംബർ 13-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന അന്ന്. അതൊരു സാങ്കേതികത്വം പറയാൻ ഇപ്പോൾ ഇവർക്കായി, കേന്ദ്രത്തിനായി. കേന്ദ്രത്തിനൊരു സാങ്കേതികത്വം പറയാനായി. ഇപ്പോൾ പ്രൈം മിനിസ്റ്ററോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയും കേരളത്തിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കിട്ടിയത് 13-ാം തീയതി, നവംബർ 13-ാം തീയതിയാണ്. കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെ ഞാൻ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നതും അവരിതിനെ ഒരു ഭാഗത്ത് അവരാണ് കേന്ദ്രവിരുദ്ധം പ്രക്ഷോഭം നടത്തുന്നത് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല. ഏകപക്ഷീയമായ സമരമൊക്കെ അനൗൺസ് ചെയ്യുന്നത്. കേന്ദ്ര അവഗണനയിൽ തുടർ നീക്കങ്ങളിൽ ചർച്ച. നിർണായക യോഗം ചേർന്ന കോൺഗ്രസ് 10 ജൻപഥിൽ ഉള്ള സോണിയാഗാന്ധിയുടെ വസതിയിലാണ് യോഗം ചേർന്നത്. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള UDF പ്രതിനിധികളും പങ്കെടുത്തു. നവംബർ 30, 1 തീയതികളിൽ പ്രിയങ്ക വയനാട്ടിലെത്തും. രാഹുൽ ഗാന്ധിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി MLA-മാർ പറഞ്ഞു. രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചിട്ടുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ. ആ കാര്യത്തിൽ രാഹുൽ ഗാന്ധി നേരത്തെ 2 തവണ പാർലമെന്റ് സംസാരിച്ചതാണ്. തുടർന്നുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ആ കാര്യങ്ങളൊക്കെ നടക്കും. ഞങ്ങള് ഇന്ന് വേറെ പ്രക്ഷോഭം നടക്കുകയാണ്. തുടർ പ്രക്ഷോഭങ്ങൾ വയനാട്ടിൽ വളരെ സീരിയസ് ആയി നടക്കുകയാണ്. അതോടൊപ്പം ഏതൊക്കെ തലത്തിൽ ഡൽഹിയിലും പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ഓൾറെഡി രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചതായ പാർലമെന്റിനകത്തെ ഇതിനു വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. കേന്ദ്രം കാണിക്കുന്ന ഈ മനുഷ്യത്വരഹിതമായ സമീപനം തിരുത്തിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം. ഒരു ഇഞ്ച് പുറകോട്ട് പോകില്ല എന്നുള്ളത് മാത്രമല്ല, കേന്ദ്രത്തിന്റെ പാളിച്ചയുണ്ട്, സംസ്ഥാനത്തിന്റെ പാളിച്ചയുണ്ട്. 2 പാളിച്ചകൾക്കുമെതിരായി പുനരധിവാസം പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സർവ്വ ശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കും. അത് നടത്താൻ ആവശ്യമായ നടപടികളിൽ പങ്കാളിത്തം വഹിക്കും. സംസ്ഥാന സർക്കാർ പാളിച്ചകളുണ്ട്, കേന്ദ്ര സർക്കാരിന് അതീവ ഗുരുതരമായ പാളിച്ചകളുണ്ട്. ഇത് രണ്ടും തിരുത്തിക്കാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രക്ഷോഭം എല്ലാ തലത്തിലും നടക്കും. ഉത്തർപ്രദേശിലെ സംഭലിലേക്ക് പോയ മുസ്ലിം ലീഗ് MPമാരെ ഗാസിയാബാദിൽ വെച്ച് തടഞ്ഞു. സംഭൽ ജില്ലയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പോലീസ്. കലാപബാധിത മേഖല സന്ദർശിക്കുമെന്ന് MPമാർ പറയുകയും ചെയ്തു. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, ഇപ്പോൾ സംഭലിലേക്ക് കലാപകലുഷിതമായ ഇടത്തേക്ക് പോകുന്നതിൽ എന്തൊക്കെ തടസ്സവാദങ്ങൾ സുരക്ഷാ വിഭാഗങ്ങൾ ഉന്നയിച്ചു? അതിനെയൊക്കെ മറികടന്ന് പോയപ്പോൾ തടയുകയാണോ? എന്താണ് ഇപ്പോൾ ലീഗ് നേതാക്കന്മാരുടെ അടുത്ത നീക്കം? പ്രതീക്ഷ, ലീഗ് നേതാക്കൾ എന്തായാലും ഡൽഹിയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഒരു തരത്തിലും സംഭൽ മേഖലയിലേക്ക്, ആ പ്രദേശത്തേക്ക് അടുക്കാൻ പോലും സമ്മതിക്കില്ല എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കിയതാണ്. ഈ 30-ാം തീയതി വരെ പുറത്തുനിന്നുള്ള ആളുകൾ അനുമതിയില്ലാതെ പ്രവേശിക്കുന്നത് സംഭലിൽ അത് വിലക്കിയിട്ടുണ്ട്. അനുമതി ലഭിച്ചിരുന്നില്ല. പക്ഷേ സംഭലിനും 135 കിലോമീറ്റർ മുമ്പ് തന്നെ ഗാസിയാബാദിലെ ടോൾ പ്ലാസയിൽ വെച്ചാണ് ഇങ്ങനെ വലിയൊരു സംഘം പോലീസ് മുസ്ലിം ലീഗ് MPമാരെ തടഞ്ഞത്. അവിടെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ആ ടോൾ പ്ലാസ കഴിഞ്ഞാൽ അടുത്ത പ്രധാന മേഖല എന്ന് പറയുന്നത് മൊറാദാബാദാണ്. മൊറാദാബാദിൽ മുസ്ലിം ലീഗിന്റെ നിരവധി പ്രവർത്തകർ ഉണ്ടായിരുന്നു. ആ പ്രവർത്തകരുമായി സംസാരിച്ച് അവരെയും ഒപ്പം കൂട്ടി മുന്നോട്ട് പോകാം, സംഭലിലേക്ക് പോകാം എന്നുള്ള കാര്യമായിരുന്നു നേരത്തെ E.T. മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സമദാനി അടക്കമുള്ള നേതാക്കൾ, ഈ MPമാരെല്ലാവരും വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ആ ടോൾ പ്ലാസ പോലും, ഈ ഗാസിയാബാദ് പോലും കടക്കാൻ അനുവദിച്ചില്ല എന്നുള്ള കാര്യമാണ്. ഡൽഹിയിൽ നിന്നും ഏകദേശം 50-60 കിലോമീറ്റർ മാത്രമാണ് ഗാസിയാബാദിലേക്കുള്ളത്. അവിടെ നിന്നും ഏകദേശം 135 കിലോമീറ്റർ ഉണ്ട് ഈ സംഘർഷ ബാധിത മേഖലയായിട്ടുള്ള സംഭലിലേക്ക്. പക്ഷേ അവിടേക്ക് ഒന്നും തന്നെ ഇപ്പോൾ എന്തായാലും പോകാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യമായിരുന്നു. തുടർന്ന് എന്തുകൊണ്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിലടക്കം ഒരു ചർച്ച, ഒരു ചെറിയ രീതിയിലെങ്കിലും ഈ MPമാരും പോലീസുകാരുമായി നടത്തിയിരുന്നു. അതിലും ഒരു സമവായത്തിൽ എത്താൻ സാധിച്ചില്ല. ഒരു സംഘർഷം ഉണ്ടാക്കാനല്ല, പോലീസുമായി ഒരു തർക്കത്തിനല്ല തങ്ങൾ പോകുന്നത്. അവിടെയുള്ള ഈ അക്രമബാധിതരെ കണ്ട് അവരുമായി നേരിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ട ആശ്വാസം പകരാൻ വേണ്ടിയിട്ടാണ് താങ്കൾ പോകുന്നത് എന്നുള്ള കാര്യം മുസ്ലിം ലീഗ് MPമാർ പറഞ്ഞെങ്കിലും അവരെ മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. നേരത്തെ ഈ കാര്യങ്ങൾ ഉന്നയിച്ച്
സമ്പലിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. പക്ഷേ സമ്പൽ ജില്ലാ മജിസ്ട്രേറ്റ് അത് തടഞ്ഞിരുന്നു, അത് തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ തടഞ്ഞെങ്കിലും മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അനുമതി ഇല്ലാതെ മുന്നോട്ട് പോകാമെന്നുള്ള അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. കലാപ മേഖലയെ സമ്പലിലേക്ക് പോയ ലീഗ് എംപിമാരെ അടക്കമാണ് ഇപ്പോൾ മടക്കി വെച്ചിരിക്കുന്നത്. പത്തനംതിട്ട കുളനട സഹകരണ ആശുപത്രി ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തു. പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച 6 പേർക്ക് സസ്പെൻഷൻ. ഔദ്യോഗിക സ്ഥാനാർത്ഥി ജി രഘുനാഥന്റെ പരാജയത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ഗ്രൂപ്പ് പോരെന്നാണ് സൂചന. സി കെ അബിലാലുണ്ട്. അബിലാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിലയിലാണോ പാർട്ടി കോൺഗ്രസ് കുളനട സഹകരണ ആശുപത്രി ഭരണസമിതി തിരഞ്ഞെടുപ്പിനെ കണ്ടത്? എത്ര പേരാണ്, ആരൊക്കെയാണ് ഇപ്പോൾ വിപ്പ് ലംഘിച്ച് വോട്ട് രേഖപ്പെടുത്തിയത്, നടപടിക്ക് വിധേയരായത്? കോൺഗ്രസ്കാർ തമ്മിലായിരുന്നു മത്സരം. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ജി രഘുനാഥും വിമതനായി വന്നത് DCCയുടെ ജനറൽ സെക്രട്ടറി NC മനോജുമാണ്. മത്സരം കടുക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പ്രതിനിധികൾക്ക് പാർട്ടി നേതൃത്വം വിപ്പ് നൽകിയിരുന്നു. പക്ഷേ 7 പേർ മറിച്ച് വോട്ട് ചെയ്യുകയും ഔദ്യോഗിക സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും DCC ജനറൽ സെക്രട്ടറിയും വിമതനുമായിരുന്ന NC മനോജ് തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആറന്മുള നിയോജക മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഹരികുമാർ, കോൺഗ്രസ് പ്രവർത്തകരായ സൂസൻ മത്തായി, ശ്യാമളകുമാരി, KG രാധ, നിമിഷ കമലാസനൻ, അമ്പിളി K ഉല്ലാസ് എന്നിവരെ DCC പ്രസിഡന്റ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഒപ്പം തന്നെ വിമതനായി വിജയിച്ചു വന്ന DCC ജനറൽ സെക്രട്ടറി NC മനോജിനെതിരെ നടപടിയെടുക്കാൻ KPCCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സരത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അയാളെ പരാജയപ്പെടുത്താൻ ഉണ്ടായ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ജില്ലയിലെ ഒരു മുൻ MLA അടക്കമുള്ളവരുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് ഇത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തത്. ശരി, സി കെ അബിലാൽ പത്തനംതിട്ടയിൽ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഏട്ടാ, അഗർബത്തി തരൂ. സൈക്കിൾ അഗർബത്തി, മുഴുവൻ കത്തുന്ന ക്വാളിറ്റി, സമ്പൂർണ്ണ പ്രാർത്ഥനയുടെ ഗ്യാരണ്ടി. സൈക്കിൾ എന്നാൽ ക്വാളിറ്റി. ഇവിടെ ആ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV അല്ലേ ഉണ്ടായിരുന്നത്? പിന്നെ ഇവിടെ കിർലോസ്കർ ബ്രദേഴ്സിന്റെ പമ്പായിരുന്നില്ലേ? ഇപ്പോഴും കിർലോസ്കർ ബ്രദേഴ്സ്. ചില കാര്യങ്ങൾ ഒരിക്കലും മാറില്ല. അമ്മയുടെ സ്നേഹം പോലെ, കിർലോസ്കറിന്റെ ഉറപ്പ് പോലെ. തലമുറകളായുള്ള ഭാരതത്തിന്റെ വിശ്വാസം. കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡ്. ചേച്ചി, നീ ആ നെറ്റിപ്പട്ടത്തിനൊപ്പം ഈ ആനയെ വരച്ച ചൂരൽ അടിച്ചത് സ്റ്റെയിൻ റിപ്പല്ലന്റ് ആക്വലൈറ്റ് ഓൾ പ്രൊട്ടക്ട്. ഇതിലുള്ള ലോട്ടസ് എഫക്ട് ടെക്നോളജി കറയെ കറയാവാൻ വിടില്ല. പ്രിയപ്പെട്ടവരെ, ആച്ചി സാമ്പാർ പൊടിയുടെ മഹത്വം നിങ്ങൾക്ക്